നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീകുട്ടി, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, പവിത്ര ആയുർവേദ ഹോസ്പിറ്റൽ, അടൂർ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സയാറ്റിക്ക എന്ന അസുഖത്തെക്കുറിച്ചാണ്. സയാറ്റിക്കയിൽ നമ്മൾ ആയുർവേദത്തിൽ ഹൃദ്രസി എന്നാണ് പറയുന്നത്. 80 വ്യാധികളിലൊന്നാണ് ഹൃദ്രസി. സയാറ്റിക്കയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും അതിന് നമ്മൾ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളും ചികിത്സാ വിധികളുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി സയാറ്റിക്കയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് നോക്കാം. പൊതുവെ രോഗികൾ പറയപ്പെടുന്നത് ലോ ബാക്ക് പെയിൻ ആണ്. പക്ഷേ മറ്റുള്ള വാതവ്യാധികളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾക്ക് സയാറ്റിക്ക തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് നോക്കാം. ലോ ബാക്ക് റീജിയണിൽ പെയിൻ തുടങ്ങി, അതായത് ലംബോ സാക്രൽ റീജിയൺ എന്ന് ആ ഒരു ജോയിന്റിനെ നമ്മൾക്ക് പറയാം. അവിടെ നിന്നും പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഒന്നല്ലെങ്കിൽ റൈറ്റ് ലെഗിലോട്ടോ അതല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗിലോട്ടോ തരിപ്പോട് കൂടിയ വേദന നമ്മുടെ തുടയുടെ ഭാഗത്ത് നിന്ന് കാഫ് മസിലിലേക്ക് ഇറങ്ങി ഹീൽസിന്റെ അവിടം വരെ വേദന റേഡിയേറ്റ് ചെയ്തു പോകുന്നതായിരിക്കും. നമ്മൾക്ക് ഒന്നല്ലെങ്കിൽ ഇതിനെ റൈറ്റ് ലെഗ് അല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗ്, ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ആയിരിക്കും വേദന റേഡിയേറ്റ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ വളരെ അപൂർവമായി മാത്രമാണ് 2 കാലിലേക്കും വേദന അരിച്ചിറങ്ങുന്നതായിട്ട് കാണപ്പെടുന്നുള്ളൂ. ഇനി സയാറ്റിക്ക കൂടുതലായി വരാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. പാരമ്പര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതോടൊപ്പം വെരിക്കോസ് വെയിൻ, ഒബേസിറ്റി, അമിതവണ്ണമുള്ളവരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇതിന് നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളാണ് SLR, എക്സ്റേ, MRI. ഇതിലൂടെ നമ്മൾക്ക് രോഗനിർണയം നടത്താവുന്നതാണ്. വിദഗ്ധമായ രോഗനിർണയത്തിനും ഫലപ്രദമായ ചികിത്സയുമാണ് ഞങ്ങളുടെ പ്രത്യേകതകൾ. കൂടുതലായി അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറുമായി പവിത്ര ആയുർവേദ ഹോസ്പിറ്റലിൽ ബന്ധപ്പെടുക.